പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ലാറവലിൽ നിന്ന് എങ്ങനെയാണ് മെയിൽ സെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ മെയിൽ സ്പോൺസിൻ്റെ ഒരു ഡമ്മി ആയിട്ട് ഫേക്ക് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ അയച്ചു നോക്കി എങ്ങനെയാണെന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻസ്, ഒരു ഫോം വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ലാറവലിൻ്റെ അകത്തുള്ള എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ ഇതൊരു നമ്മൾ ക്രെഡ് ഓപ്പറേഷനിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന നെയിമും ഇമെയിലും ഡേറ്റ് ഓഫ് ബർത്തും സ്റ്റാറ്റസും വാങ്ങുന്ന ഒരു ഫോമായിരുന്നു. അതായത് പുതിയ യൂസറിന് ക്രിയേറ്റ് ചെയ്യുന്ന ഫോം. ഓക്കെ, സോ ന്യൂ യൂസർ എന്ന് പറയുന്ന പേജാണിത്. സോ ഇവിടുന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആക്ഷൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താക്കുന്നു, യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എന്താക്കുന്നു, മെയിൽ സെൻഡ് ചെയ്യുന്നു. ഈ സംഭവമാണ് നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ റീഫ്രഷ് ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എറർ അടിക്കും. അതായത് എന്താ, ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് വയലേഷൻ, കോളം നെയിം കനോട്ട് ബി നൾ. അതായത് നെയിം ഇല്ലാണ്ട് ഒരിക്കലും യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിലേക്ക് ഡാറ്റ കയറരുത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നള്ളബിൾ അല്ല, ഇതിലെപ്പോഴും ഡാറ്റ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്, നെയിം എന്ന് പറയുന്നില്ല. സോ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ എറർ അടിക്കാൻ ഒരിക്കലും നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എറർ അടിക്കാൻ പാടില്ല. ഓക്കെ, സോ ക്ലയൻറ്റ് എന്താ ചെയ്യുന്നതെന്നുള്ള നമുക്ക് പറയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാലിഡേഷൻസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ വാലിഡേറ്റ് ചെയ്യാം, ജെക്വറി വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. പക്ഷെ അതെങ്ങനെയെങ്കിലും ബൈപ്പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ ഒരു വാലിഡേഷൻ ഉള്ളത് നല്ലതാണ്. സോ ലാറവലിൽ ബാക്ക് എൻഡിൽ വാലിഡേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേപോലെ APIs ചെയ്യുന്ന സമയത്തും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ബാക്ക് എൻഡിൽ വാലിഡേഷൻസ് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതെങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നെയിം, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് എന്തായാലും ഇല്ലാണ്ട് ഇവിടുന്ന് പോകത്തില്ല. ഇതിപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് അടിച്ച് നോക്കിയാൽ ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുള്ളത്, ഈ സബ്മിറ്റ് അടിച്ച് നോക്കിയതാണല്ലേ സ്റ്റാറ്റസിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നതിൽ എവിടെ 1 എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ഓൾറെഡി വന്ന് ഇറക്കുന്നുണ്ട്. സോ അത് ഡിഫോൾട്ട് നമ്മൾ അതുകൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല. ഓക്കെ, സോ എന്താക്കുക, നേരെ നമുക്ക് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മളൊന്ന് എൻ്റർ ചെയ്യാണ്ട് പോയതുകൊണ്ട് നമുക്ക് അവിടെ എറർ വന്നു. ഇനി നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, റിക്വസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ വിളിക്കുക. ഇത് നമ്മൾ ഫോമിലെ ഡാറ്റ വിളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടല്ലോ. സോ അതിൻ്റെ ഉള്ളിലെ വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനെ വിളിക്കാം. സോ ഒരു അറേ ഓപ്പൺ ചെയ്യാം. അറേ ഓപ്പൺ ചെയ്തിട്ട് നമ്മളവിടെ നമ്മളുടെ ഫീൽഡ് ഏതാ, നെയിം എന്ന് പറയുന്നത് എന്താണ്, റിക്വയർഡ് ആണ് എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. നമ്മൾ റീഫ്രഷ് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് സബ്മിറ്റ് അടിക്കുന്നു. കണ്ടാ, സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാലും സംഭവം ഒന്നും നടക്കുന്നില്ല. അവനിങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക, ഈ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു സേവിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇവിടെ ടേബിളിൽ പോയി നോക്കിയാൽ കാണാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത മെയിലിൻ്റെ സമയത്ത് ചെയ്ത അഖിൽ എന്ന് പറയുന്ന ആ ടെംപ്ലേറ്റ് മാത്രമേ, ആ റോ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും സേവും ആക്ഷനോ ഒന്നും നടക്കുന്നില്ല, കണ്ടില്ലേ. സോ ഇവിടെ ഈ വാലിഡേഷൻ നടന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ തിരിച്ചു വിടുകയാണ്, പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി വെക്കാം. കണ്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് റിക്വസ്റ്റിൽ വാലിഡേറ്റ് ചെയ്യുന്നു. വാലിഡേഷൻ പാസ്സായാൽ മാത്രമേ എന്താവുള്ളൂ, നെക്സ്റ്റ് ലൈനിലേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിലെ പേജിലേക്ക് പോകാൻ പറ്റില്ല. ലാറവൽ ഓൾറെഡി വാലിഡേഷൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ പോയിട്ട് ചേർന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല, നമുക്കിത് ചെയ്ത് പോരെ. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടീഷൻ വന്നു, ഇപ്പം നെയിമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഒരാൾ വന്ന് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതെന്താ സംഭവം ഇവിടെ നടക്കുന്നതെന്ന് പോലും പിടുത്തം കിട്ടൂല അല്ലേ. ഇത് വാലിഡേഷൻ നടക്കുന്നതെന്നുള്ള കോഡ് എഴുതിയവനും അറിയാം. പക്ഷേ ഇവിടെ നമുക്ക് കസ്റ്റമറിന്, ഈ വിസിറ്ററിന് കാണിച്ചു കൊടുക്കണമല്ലോ, ഇത് നിങ്ങൾക്ക് വാലിഡേഷൻ്റെ എറർ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. സോ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വ്യൂവിലേക്ക് തന്നെ തിരിച്ചു പോയി. സോ നമ്മൾ വ്യൂ പേജിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ വാലിഡേഷൻ ഫെയിൽ ആയത് കാണിക്കണം. ഓക്കെ, സോ ആ ഫെയിൽ ആയത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡിന് ഒരു ഡയറക്റ്റീവ് ഉണ്ട് ആക്ച്വലി, എറർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എറർ ഇതവിടെ ഇങ്ങനെ ജസ്റ്റ് അടിച്ചാൽ തന്നെ കാണാം, എറർ ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഫീൽഡിൻ്റെ നെയിമാണ്. ഈ നെയിമാണ് കേട്ടോ ഇവിടെ വിളിച്ചിരിക്കുന്ന നെയിം, ഈ നെയിം. ഓക്കെ, സോ ഇവിടുത്തെ ഇൻപുട്ടിൻ്റെ നെയിം എന്താണോ അതേ സാധനം വേണം ഇവിടെ എഴുതി കൊടുക്കാൻ. അല്ലാണ്ട് ഇതിപ്പം ഇവിടെ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോക്കിയത് ഇങ്ങനെ ഇതാക്കിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഫയൽ എക്സ്പെക്ടിങ്, ഇവിടെ നമ്മളിത് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ എറർ അടിക്കും. സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ, സേവ് ആയില്ലേ. റിക്വസ്റ്റിലെ നെയിം, ഇൻപുട്ടിലെ നെയിമും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഐ തിങ്ക് ഇവിടെ വാലിഡേഷനോ അങ്ങനത്തെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്ത് പറ്റിയത്? അപ്പം ഞാനിവിടെ ഫീൽഡ് മാറ്റുന്നു,
ഫീൽഡ് മാറ്റിയിട്ട് സബ്മിറ്റ് അടിക്കുമ്പോൾ ഇപ്പോഴും എറർ വാലിഡേഷൻ്റെ പേജിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അത് കൊള്ളാലോ. വാലിഡേറ്റ് ഓഫ് നെയിം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഓക്കെ, നെയിം റിക്വയർഡ് ആണെന്ന് പറയുന്നു. പക്ഷേ ഞാനിവിടെ നെയിം മാറ്റി ജസ്റ്റ് ഒന്നുകൂടി പോയിട്ട് വരാം. സംതിങ് ഫോം ഫീൽഡിന് എന്തെങ്കിലും ഇല്ല, സംഭവം എന്തോ പ്രശ്നമുണ്ട്. നേരത്തെ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിഡേറ്റിൻ്റെ നെയിമിൻ്റെ ഉള്ളിൽ ഞാൻ ആക്ച്വലി കുറച്ച് നേരം പോയി തിരഞ്ഞിട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവം എന്ന് പറ്റിയതെന്ന് മനസ്സിലായില്ല. സോ വാലിഡേറ്റിൻ്റെ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഫീൽഡ് നെയിം കൊടുക്കുന്നോ ആ ഫീൽഡ് നെയിം ഇല്ലാണ്ട് ഇവനിവിടുന്ന് വിടത്തില്ല. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ എന്ത് നെയിം കൊടുത്തു എന്ന് വെച്ചോ, നെയിം കൊടുത്തിട്ടും കാര്യമില്ല. ഇവിടെ നെയിം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നെയിം ഇല്ലാണ്ട് പിന്നെ ഇവിടുന്ന് വിടൂല. സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻപുട്ടിൻ്റെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംതിങ് എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ കൺട്രോളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നത് നെയിം ഇല്ലാണ്ട് പിന്നെ വിടരുതെന്ന്, ഈ ഫോം സബ്മിറ്റ് ആവരുതെന്ന്. സോ ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെയിം ഇല്ലാണ്ട് ഇത് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇനി നെയിം ഫീൽഡ് കൊടുക്കാണ്ട് ഒരു രക്ഷയില്ല, എങ്കിൽ മാത്രമേ ഇത് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്കിപ്പോൾ ഇത് മാറ്റാനും പിടിക്കാനും നിൽക്കേണ്ട, നമുക്ക് ജസ്റ്റ് കറക്റ്റായിട്ട് ഒന്ന് നോക്കി നോക്കാം. സോ നെയിം ഇവിടെ നമ്മൾ എന്താക്കുന്നു, ഇവിടെയും നമ്മൾ നെയിം കൊടുക്കുന്നു. ഓക്കെ, സോ റിഫ്രഷ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നെയിം ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പേജിലേക്ക് തന്നെ ബാക്ക് ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, സോ വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കിവിടെ കാണിച്ചു കൊടുക്കണ്ടേ ഇതെന്താണ് ഇവിടെ എറർ ഉണ്ട് എന്നുള്ളത്, ഈ ഫീൽഡിന് ഒരു എറർ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എറർ എന്ന് പറയുന്ന ബ്ലേഡ് ഡയറക്റ്റീവിൽ എന്താണോ ഇൻപുട്ടിൻ്റെ ഫീൽഡിൻ്റെ നെയിം അത് കൊടുക്കുക. സോ ആ നെയിം കൊടുക്കുന്നു. ദെൻ ജസ്റ്റ് ഒരു പി ടാഗ് ഇട്ട് കൊടുക്കുക. പി ടാഗിൽ കിട്ടുമെന്നറിയില്ല, ജസ്റ്റ് പിയിൽ അതിൻ്റെ ഉള്ളിൽ എറർ ഉണ്ടെങ്കിലാണ്. സോ അതിൽ എൻഡ് എറർ എന്ന് പറഞ്ഞിട്ട് വിളിച്ച ആ ബ്ലേഡ് അവിടെ ക്ലോസ് ആയി. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഉള്ളിലായിട്ട് $മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ആ എറർ മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇതല്ലേ ദ നെയിം ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിന് ജസ്റ്റ് ഒരു ക്ലാസ് ഇട്ട് കൊടുക്കുന്ന അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചുമപ്പ് കളർ ഇട്ടാൽ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. ചുമപ്പ് കളർ കിട്ടിയിട്ടില്ല. അലേർട്ട് എന്നല്ലേ അതിൻ്റെ ക്ലാസ്, അലേർട്ട് ഡേഞ്ചർ എന്നാണ്. അലേർട്ട് ഡേഞ്ചർ എന്ന് കൊടുത്തു നോക്കാം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ അലേർട്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വിളിച്ചു കഴിഞ്ഞാൽ ആണല്ലേ ഇവിടെ അത് റെഡ് കളറിൽ നമുക്കതവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇത് ഇതേപോലെ തന്നെ ഇപ്പോൾ താഴത്തെ ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം, ഇമെയിൽ എന്ന് പറയുന്ന ഫീൽഡിനും കൂടിയിട്ട് ഇട്ട് കൊടുത്തേക്കാം. സോ ഇമെയിലിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് അടുത്ത അറേ ആയിട്ട് ഏതാണോ നെയിം അതിടുക, കോളത്തിൻ്റെ നെയിം ഇടുന്നു, ഇമെയിലാണ് അത് റിക്വയർഡ് ആണ് എന്നുള്ള ലെവലിൽ നമ്മൾ കോഡ്സിൽ എഴുതി കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, ഇപ്പോൾ നെയിം സബ്മിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്സാവണം അല്ലേ, തിരിച്ച് ആ പേജിലേക്ക് തന്നെ വന്നു. എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇമെയിൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇമെയിൽ ഫില്ല് ചെയ്യാത്തതിൻ്റെ എററും കൂടി നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം. സോ നമ്മൾ ഈ മുകളിലത്തെ എറർ അതേപോലെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഈ ഇമെയിലിൻ്റെ താഴെ കൊടുക്കുന്നു. ഇവിടെ എററിൻ്റെ നെയിം അല്ല, എറർ ഇമെയിൽ എന്ന് പറയുന്ന കോളത്തിനാണ്. സോ ആ ഇമെയിൽ എന്ന് പറയുന്ന കോളത്തിലെടുത്തു, ജസ്റ്റ് റീഫ്രഷ് ചെയ്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, പേര് എൻ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇതല്ലേ ഇമെയിൽ ഫീഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഈ ഇമെയിൽ വാലിഡേഷൻ്റെ കാര്യം. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേവ് ആയിക്കോളൂ. ഇതല്ലേ, ഇത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഇമെയിലും കാര്യങ്ങളും അടിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് 12/10/1992, സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മെയിലും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് പോകും. സോ ഇത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വാലിഡേഷൻ ചെയ്യാനുള്ള കാര്യമാണ് ഇതുള്ളത്. ഓക്കെ, സോ ഇതിപ്പോൾ ഇതല്ലേ യൂസറിനെ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ വന്ന് നമ്മൾ റീഫ്രഷ് ചെയ്തു സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാലിഡേഷൻ്റെ ഫീൽഡും കാര്യങ്ങളും എററും കാര്യങ്ങളും അടിക്കുന്നു. ഓക്കെ, സോ ഇതുപോലെ പല കണക്കിന് റൂൾസ് ഉണ്ട് ലാറവലിൻ്റെ അകത്ത്. അത് ജസ്റ്റ് റിക്വയർഡ് എന്ന് പറയുന്നത് മാത്രമാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ റിക്വയർഡ് ആണ്, പക്ഷേ എനിക്ക് എന്താവണം, 10 എണ്ണത്തിൻ്റെ മുകളിൽ വേണം നെയിം, അതായത് 10 ലെറ്റേഴ്സിൻ്റെ മുകളിൽ വേണം. സോ മിനിമം എന്താക്കണം, 10 എന്നുള്ള റൂള് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഒരു പൈപ്പ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം. സോ ഞാൻ ജസ്റ്റ് ഇത്രയും എൻ്റർ ചെയ്യുന്നു, സബ്മിറ്റ് അടിക്കുന്നു. ദ നെയിം മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10 ക്യാരക്ടേഴ്സ് കൊണ്ട് കണ്ടില്ലേ. സോ ഓക്കെ, ഇത് 10 എണ്ണത്തിൻ്റെ ഇനി മാക്സിമം 15 എന്നുള്ള ലെവലിലും കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഇപ്പം ഞാനൊരു 15 എണ്ണത്തിൻ്റെ മുകളിലേക്ക് ടൈപ്പ് ചെയ്യുന്നു. സോ അതിനുശേഷം ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഇതല്ലേ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 15 ക്യാരക്ടേഴ്സ്. സോ ഇങ്ങനെ റൂൾസ് ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. സോ അവൈലബിൾ വാലിഡേഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലേ, ഇതിൻ്റെ അകത്ത് ഒരു ലോഡ് സാധനങ്ങൾ കിടപ്പുണ്ട്. അതായത് ഇത് ഇൻറ്റിജർ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ റിക്വയർഡ് ആണ്, പിന്നെ അതേപോലെ സ്ട്രിങ് ആണോ ഡേറ്റ് ആണോ വന്നിരിക്കുന്നത്,
ഡിജിറ്റ്സ് ബിറ്റ്വീൻ എന്നുള്ളത് കാണും. അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതേപോലെ ടേബിൾസിൽ ഇപ്പോൾ യൂസർ നെയിം ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂണീക്ക് ആണോ, ഒരു ടേബിളിൽ ചൂസ് ചെയ്യാം, ടേബിളിൽ ഓൾറെഡി എക്സിസ്റ്റ് ആണോ ആ യൂസർ നെയിം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതിനാണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണാം. യുണീക്ക് എവിടെ പോയി, URL മാത്രമേ ഉള്ളൂ, എവിടെയുണ്ട് ഈ സാധനം, കിടക്കുന്നത് യുണീക്ക് ഡാറ്റാബേസിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ച് വന്നു പോകും. അപ്പോൾ വാലിഡേഷൻ്റെ സമയത്ത് തന്നെ നമുക്കത് കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ചു വരും. ഇതേപോലെ പലതരത്തിലുള്ള കുറേ കാര്യങ്ങൾ വാലിഡേഷൻ റൂൾസ് ഉണ്ട്. ഇത് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് എല്ലാം കൂടി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അതാ ഇഷ്ടംപോലെ ഉണ്ട് സാധനങ്ങൾ കിടക്കുന്നത്. ഇത്ര സിമ്പിളായിട്ടാണ് ഒരു വാലിഡേഷൻ കിടക്കുന്നത്. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഈ നെയിം എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുന്നത്, നമുക്ക് ഈ ഇൻപുട്ട് ഫീൽഡിന് ഒരു റെഡ് ബോർഡർ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഈ എററിൻ്റെ നെയിം നമുക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എൻഡ് എറർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ റെഡ് കണ്ടോ, അതിൻ്റെ മുകളിൽ കൂടെ ഒരു റെഡ് കളർ വന്നിരിക്കുന്നുണ്ടല്ലേ. ആ റെഡ് കളറും ഇങ്ങനെ ഇത് ഇൻവാലിഡ് ആണെന്നുള്ള ലെവലിൽ കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് സിമ്പിളായിട്ട് എന്താണ് വാലിഡേഷൻ എന്നുള്ള ലെവലിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് പുറമെ നമുക്ക് കസ്റ്റമായിട്ട് തന്നെ വാലിഡേഷൻ്റെ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കസ്റ്റമായിട്ട് വാലിഡേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളിൽ അതായത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റം വരുത്തണം, പിന്നെ ഈ വരുന്നത് ദ നെയിം ഫീൽഡ് ഈസ് റിക്വയർഡ്, ഇത് നിങ്ങൾക്ക് മെസ്സേജ് എന്തൊക്കെ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നെയിം ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നെയിം എന്താണ്, നമ്മൾ ഇൻപുട്ട് നെയിം എന്താണോ അത് അതേപോലെ ഇവിടെ കാണിക്കുകയാണ്. നമുക്കിത് യുവർ നെയിം ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദ വാലിഡേഷൻ റൂൾസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് മെസ്സേജസ് മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. അതായത് ലാറവലിൻ്റെ ഡോക്യുമെന്റേഷൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട് വാലിഡേഷൻ്റെ അകത്ത്. ഇത് API ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു മോഡൽ സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മൊഡ്യൂൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തെ വാലിഡേഷൻ റൂൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ടൊക്കെ അപ്പർ കേസിലേക്ക് അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സപ്പോസ് അങ്ങനെയൊക്കെ വരാം. അതായത് എൻ്റർ ചെയ്തിരിക്കുന്ന അപ്പർ കേസ് ആണോ എന്നുള്ളത് അത് ചിലപ്പോൾ ഡിഫോൾട്ട് ലാറവലിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ കസ്റ്റമായിട്ട് വാലിഡേഷൻ്റെ റൂള് റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ലാറവലിൽ ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റൂൾസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാലിഡേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയാണ് എൻ്റെ ഇതിൻ്റെ അകത്ത് കൂടെ ഞാൻ പറഞ്ഞു പോകുന്നത്. ബാക്കി സ്വയം നിങ്ങൾ തന്നെ പഠിക്കാൻ നോക്കുക. ഞാൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ വാലിഡേഷൻ ജസ്റ്റ് ഇവിടെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഇതാണല്ലേ വാലിഡേഷൻ മേക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് റിക്വസ്റ്റിനെല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെയാണ് കസ്റ്റമായിട്ട് വാലിഡേറ്ററിന് നമുക്ക് നമ്മളതായിട്ടുള്ള വാലിഡേറ്ററിനെ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വാലിഡേഷൻ റൂൾസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ എവിടെയും തീരത്തില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്യും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളിത് കണ്ടതിന് ശേഷം അതിനുശേഷം ബാക്കിയുള്ള ഡോക്യുമെന്റേഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക, ഞാൻ അതിനനുസരിച്ചുള്ള റിപ്ലൈയും കാര്യങ്ങളും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ വാലിഡേഷൻ എന്ന് പറയുന്ന സംഭവം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇടുക. ദെൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ അടുത്ത സെക്ഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, നോക്കട്ടെ എന്താണ് നല്ലൊരു ടോപ്പിക് ഏതാണുള്ളത് നോക്കട്ടെ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാക്കേജസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സജഷനായിട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ സീരീസ് സ്റ്റാർട്ടിങ് മുതൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തൊട്ട് കണ്ട് ക്ലിയർ ആയിട്ട് വരിക. പിന്നെ അതേപോലെ നമ്മൾ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്ച്വലി ഉണ്ട് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയും ആ ഗ്രൂപ്പിലേക്ക് മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളെ ഒരു വിധം കേരളത്തിലുള്ള എല്ലാ അത്യാവശ്യത്തിന് കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലാറവൽ ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിച്ച് കഴിഞ്ഞാൽ അത് ഇതൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ.